ഉടനിവർത്തി നമ്മൾ മണിതുയർത്തി മണ്ണിൽ തനിമയുടെ പുതിയൊരിടം കേരനിരതൻ ക്ഷേമമരുളും തെളിവായി ദിനവും വളരും ഇടമാണ് കേരളം, പ്രിയ കേരളം. നമസ്കാരം. പ്രിയ കേരളത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എൻ്റെ പ്രിയപ്പെട്ട കേരളത്തിൽ ഞാൻ കണ്ട പോസിറ്റീവായ കാര്യങ്ങളെക്കുറിച്ചാണ് പ്രിയ കേരളത്തിൽ ഞാൻ സംസാരിക്കുന്നത്. 10 വർഷത്തിനിടയിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ പ്രിയപ്പെട്ട കേരളത്തെ ഞാൻ ശ്രദ്ധിച്ചത് 10 വർഷത്തിന് മുമ്പേ നഗരങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഒരു കലാകാരനാണ്. രാത്രിയും പകലും എന്ന ഭേദമന്യേ നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കലാകാരനാണ്. പലപ്പോഴും പല സ്ഥലങ്ങളിലും പോകുമ്പോൾ നഗരങ്ങളിലായിക്കോട്ടെ ഗ്രാമങ്ങളിലായിക്കോട്ടെ വലിയ വലിയ മാലിന്യ കൂമ്പാരങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ കാണാറുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരു വലിയൊരു മാറ്റം, ഒരു ശുചിത്വ കേരളത്തിലേക്ക് മാറുന്ന ഒരു വലിയ പ്രക്രിയ, ഒരു വലിയ വിപ്ലവം എന്ന് തന്നെ പറയാം. ഒരു വലിയൊരു മാറ്റം ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ കേരളം കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രത്യേകിച്ചും ഹരിതകർമ്മ സേനയെ പോലെയുള്ള ഒരു വലിയ പടയാളികളെ എന്ന് തന്നെ പറയാം. നമ്മുടെ നാട് വൃത്തിയാക്കുന്നതിന് വേണ്ടി ഈ സർക്കാർ അതിനുവേണ്ടി നിരന്തരം പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ കണ്ട ഒരു വലിയൊരു മാറ്റം തന്നെയാണ്. മലയും കടലും അതിർത്തി കെട്ടുന്ന സംസ്ഥാനമാണ് കേരളം. പച്ചപുതച്ച നാട്, അഴകേറുന്ന പുഴകൾ, പുഴയ്ക്കരികെ തളിർക്കുന്ന ജീവിതങ്ങൾ, കാടും മേടും കായലും മലകളും പുഴകളും എല്ലാം കാവൽ നിൽക്കുന്ന ഈ മണ്ണിൽ വൃത്തിയും വെടിപ്പുമുള്ള ജനതയെന്നാണ് മലയാളിയുടെ മേൽവിലാസം. ഏതൊരു പരിഷ്കൃത ജനതയെയും പോലെ ഒരു കാലത്ത് നമ്മുടെയും വെല്ലുവിളി മാലിന്യ സംസ്കരണമായിരുന്നു. പലതരം ആശയങ്ങൾ ചേർന്ന പദ്ധതികളിലൂടെ കേരളത്തിലെ മാലിന്യ സംസ്കരണത്തിനും പരിഹാരം കണ്ടെത്തുകയാണ്. ഉറവിടത്തിൽ തന്നെ മാലിന്യങ്ങൾ വേർതിരിക്കലും കമ്പോസ്റ്റാക്കലും മുതൽ കേന്ദ്രീകൃത മാലിന്യ സംസ്കരണം വരെ ഉൾപ്പെടുന്നതാണ് നമ്മുടെ നാട്ടിലെ മാലിന്യ സംസ്കരണ പദ്ധതികൾ. മിക്കതും തനത് മാർഗങ്ങൾ. തദ്ദേശഭരണ സ്ഥാപനങ്ങളാണ് മാലിന്യ സംസ്കരണത്തിൽ പ്രാദേശിക പദ്ധതികളുടെ നടത്തിപ്പുകാർ. ഹരിതകർമ്മ സേനയെ മുതൽ ബഹുജനങ്ങളെ വരെ അണിനിരത്തി അവർ നടത്തുന്ന മുന്നേറ്റമാണ് നമ്മുടെ നാടിന്റെ ഇപ്പോഴത്തെ വൃത്തിയും വെടിപ്പും. നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന സന്ദേശവുമായി മാലിന്യമുക്ത കേരളം സാധ്യമാക്കാൻ 3 ഘട്ടങ്ങളിലായുള്ള പ്രവർത്തനം നടപ്പിലാക്കിയ നാടാണ് കേരളം. മാലിന്യമുക്തം നവകേരളം എന്ന പദ്ധതിയിലൂടെ ഒരടുക്കും ചിട്ടയുമില്ലാതിരുന്ന നമ്മുടെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് മികച്ച അടിത്തറയാണ് നമ്മുടെ സർക്കാർ ഉറപ്പാക്കിയത്. അജൈവ മാലിന്യം താൽക്കാലികമായി ശേഖരിച്ചു വയ്ക്കാൻ സ്ഥിരം സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതുൾപ്പെടെ 1 വർഷം നീണ്ട മാലിന്യമുക്തം നവകേരളം പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ മാലിന്യ സംസ്കരണത്തിൽ നിരവധി പ്രാദേശിക മാതൃകകൾ ഉദയം ചെയ്തു. പഞ്ചായത്തുകളിൽ മാലിന്യ സംസ്കരണ പദ്ധതികൾ നടപ്പിലാക്കാൻ ആവശ്യമായ ഉപകരണങ്ങളും യന്ത്രസാമഗ്രികളും ഏർപ്പെടുത്തി. മാലിന്യം വേർതിരിക്കാൻ ഹൈടെക് സംവിധാനവും മാലിന്യം വലിച്ചെറിയുന്നത് തടയാൻ പ്രത്യേക സ്ക്വാഡും ക്യാമറ നിരീക്ഷണവും വരെ ഏർപ്പെടുത്തിയ തദ്ദേശ സ്ഥാപനങ്ങളിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നവർക്ക് പാരിതോഷികം വരെ അനുവദിച്ചു. അധികം അകലെയല്ലാതെ സമ്പൂർണ്ണ മാലിന്യമുക്ത കേരളം സാധ്യമാകുമെന്ന് ഈ പദ്ധതിയിലൂടെ കേരളം തെളിയിച്ചു. സമ്പൂർണ്ണ മാലിന്യ സംസ്കരണമാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം. ദിവസേന 10,000-ലധികം ടൺ ഖരമാലിന്യം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കേരളത്തിൽ
അത്ര വേഗത്തിലൊന്നും മാലിന്യ സംസ്കരണം ഒരു സംസ്കാരമായും സമ്പൂർണ്ണ മാലിന്യ സംസ്കരണം യാഥാർത്ഥ്യമായും മാറണമെന്നില്ല. ദിവസേന ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജൈവമാലിന്യത്തിന്റെ പകുതിയിലേറെയും വീടുകളിലും സ്ഥാപനങ്ങളിലും കമ്മ്യൂണിറ്റി തലങ്ങളിലുമായി സംസ്കരിക്കപ്പെടുന്ന കേരളത്തിൽ നിലവിൽ 90% മുനിസിപ്പാലിറ്റികളിലും 80% ഗ്രാമപഞ്ചായത്തുകളിലും മാലിന്യം ദൈനംദിനം വേർതിരിച്ചു വരികയാണ്. ഹരിതകർമ്മ സേനയിലൂടെ അജൈവ മാലിന്യങ്ങളുടെ വാതിൽപ്പടി ശേഖരണം ഏതാണ്ട് 100% അടുക്കുന്നു എന്നതും ഈ രംഗത്തെ പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട കേരളത്തിൽ, ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാടായ എൻ്റെ പ്രിയപ്പെട്ട കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എന്നെ ആകർഷിച്ച രണ്ടാമത്തെ അനുഭവം ടൂറിസം രംഗമാണ്. നമുക്കറിയാം, നമ്മൾ ടൂറിസത്തിന് വേണ്ടി പലപ്പോഴും കേരളത്തിന് പുറത്തേക്കും അല്ലെ ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് വിദേശത്തേക്കുമാണ് ടൂറിസം എപ്പോഴും നമ്മളെ ആകർഷിച്ചിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇത്രയധികം ആഭ്യന്തര ടൂറിസത്തിന് പ്രസക്തി കിട്ടിയത് ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിലാണ്. നമ്മുടെ ഓരോ ഗ്രാമങ്ങളും അതിസുന്ദരമാണ്. നമ്മുടെ ജലാശയങ്ങൾ, നമ്മുടെ കുന്നുകൾ അത്രയധികം സമ്പത്താണ്, പ്രകൃതി സമ്പത്താണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ലോക ഭൂപടത്തിൽ സ്ഥാനമുറപ്പിച്ച ടൂറിസം കേന്ദ്രമാണ് കേരളം. നദികളും പുഴകളും മലകളും മരതക പച്ചയുമുള്ള നാട്. പർവ്വതം കടന്നെത്തിയാൽ താഴ്വാരവും തീരദേശവും സമഞ്ജസമായി സമ്മേളിക്കുന്ന കേരളം ലോക സഞ്ചാരികളുടെ പറുദീസയാണ്. സഹ്യൻ വിരിയിട്ട ഹരിതാഭയിൽ വർഷം മുഴുവൻ അണിഞ്ഞൊരുങ്ങുന്ന കേരളത്തിന്റെ എല്ലാ പ്രദേശങ്ങളും സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാണ്. ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി നടപ്പിലാക്കിയതിലൂടെ പ്രാദേശിക ടൂറിസം ഫലപ്രദമായി നടപ്പാക്കുന്ന കേരളം വൈവിധ്യമാർന്ന ഭൂമിശാസ്ത്ര ഘടനയെ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ്. അതിന്റെ ഗുണഫലമെന്നവണ്ണം ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഓരോ വർഷവും റെക്കോർഡ് വളർച്ചയാണ് കേരളം സ്വന്തമാക്കുന്നത്. മുത്താളം മുടിതാളം കളിയാടും നാടേ നിൻ തുഞ്ചത്ത്, മുത്തോളം മുകിലോളം മലയാളം പാടും നിൻ തീരത്ത്. ഡെസ്റ്റിനേഷൻ ടൂറിസം, സാഹസിക ടൂറിസം, കാരവൻ ടൂറിസം, ഫാം ടൂറിസം തുടങ്ങി കേരളം 8 വർഷത്തിനിടെ നടപ്പിലാക്കിയ നൂതന പദ്ധതികൾ വലിയ തോതിൽ സഞ്ചാരികളെ ആകർഷിക്കുകയാണ്. കോഴിക്കോട്ടെ കയാക്കിംഗ് ഫെസ്റ്റിവൽ, വാഗമണ്ണിലെ കണ്ണാടിപ്പാലം, കൊച്ചി വാട്ടർ മെട്രോ, ജലമേളകൾ, മാനവീയം വീഥി, കേരളീയം 2023 തുടങ്ങിയവയെല്ലാം ഈ രംഗത്ത് മാതൃകാപരമായ നേട്ടങ്ങളാണ് കേരളത്തിന് സമ്മാനിച്ചത്. ഇനി വരാൻ പോകുന്നൊരു കാലം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ റവന്യൂ പോലും ഈ ടൂറിസം രംഗത്തേക്കാണ്. അത് കൂടുതൽ ഉപയോഗപ്പെടുത്തണം. കാരണം നമുക്കറിയാം, നമ്മുടെ ബീച്ചുകൾ അതിമനോഹരമാകുന്നു. വെള്ളത്തിലൂടെ പോകുന്ന മെട്രോ അടക്കം നമുക്ക് തുടങ്ങാൻ സാധിച്ചു. അങ്ങനെ നിരവധി എണ്ണിപ്പറയുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും ടൂറിസം രംഗത്ത്, ആഭ്യന്തര ടൂറിസം രംഗത്ത് കേരളം വലിയൊരു പുരോഗതി കൈവരിച്ചിരിക്കുന്ന മനോഹരമായ കാഴ്ച വളരെ പോസിറ്റീവായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു. ഐമനം മാതൃക ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്ക് വേൾഡ് ട്രാവൽ മാർക്കറ്റ് ഇന്ത്യൻ റെസ്പോൺസിബിൾ ടൂറിസം 1 to വാച്ച് പുരസ്കാരം, ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ വാട്ടർ സ്ട്രീറ്റ് പദ്ധതിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ട്രാവൽ ഷോയായ വേൾഡ് ട്രാവൽ മാർക്കറ്റിന്റെ ജലസംരക്ഷണ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കുള്ള 2022 അന്താരാഷ്ട്ര പുരസ്കാരം, കാരവൻ ടൂറിസം പദ്ധതിയായ കാരവൻ കേരളയ്ക്ക് ഇന്ത്യ ടുഡേ പുരസ്കാരം തുടങ്ങി നിരവധി അംഗീകാരങ്ങളും പതിറ്റാണ്ടിനിടെ കേരളത്തെ തേടിയെത്തി. വർക്കലയിലെ പാപനാശം തീരം സഞ്ചാരികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന ലോൺലി പ്ലാനറ്റിന്റെ ബീച്ച് ഗൈഡ് ബുക്കിൽ ഇടം നേടിക്കഴിഞ്ഞു. സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളിൽ ഒന്നാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ വർക്കല പാപനാശം കടൽ തീരം.
ലോകത്ത് കണ്ടിരിക്കേണ്ട 52 ടൂറിസം കേന്ദ്രങ്ങളിൽ 2023 ജനുവരിയിലാണ് ന്യൂയോർക്ക് ടൈംസ് കേരളത്തെയും തിരഞ്ഞെടുത്തത്. ഇന്ത്യയിൽ നിന്നും കേരളമാണ് ഈ പട്ടികയിൽ ഉൾപ്പെട്ട ഏക സംസ്ഥാനം. ഏറ്റവും ഒടുവിൽ പ്രമുഖ ട്രാവൽ വെബ്സൈറ്റ് സ്കൈ സ്കാനറിന്റെ 2025 ട്രെൻഡിംഗ് ഡെസ്റ്റിനേഷനുകളുടെ പട്ടികയിൽ 10ാം സ്ഥാനത്ത് തിരുവനന്തപുരം സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. സമ്പന്നമായ പ്രകൃതി ഭംഗിയും യാത്രികരുടെ മാറുന്ന അഭിരുചികൾ തിരിച്ചറിഞ്ഞുള്ള പദ്ധതികളും നടപ്പാക്കുന്ന സർക്കാർ ടൂറിസം രംഗത്ത് കേരളത്തെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുകയാണ്. അതിന്റെ ഗുണഫലമാണ് കേരളത്തിലെത്തുന്ന സഞ്ചാരികളും തേടിയെത്തുന്ന അംഗീകാരങ്ങളും. എൻ്റെ പ്രിയപ്പെട്ട കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ച ഒരു കാര്യം, ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഇങ്ങനൊരു മാറ്റം ഏതെങ്കിലും സ്ഥലത്ത് നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ പരിമിതമായ അറിവ് വെച്ചുകൊണ്ട് ഞാൻ മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഒരു കാലത്ത് നമ്മുടെ സർക്കാർ സ്കൂളുകളൊക്കെ ലാഭമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൂട്ടിയ എത്രയോ സ്കൂളുകൾ കല്യാണ മണ്ഡപങ്ങളായി മാറിയിട്ടുണ്ട്. മറ്റ് ബിസിനസ് കാര്യങ്ങൾക്കടക്കം ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്ക് നമ്മുടെ സർക്കാർ സ്കൂളുകൾ മാറിയപ്പോൾ പരിതാപകരമായിരുന്നു നമ്മുടെ സർക്കാർ സ്കൂളുകളുടെ അവസ്ഥ. എല്ലാവരും പ്രൈവറ്റ് സ്കൂളിലേക്കും വലിയ വലിയ വൻകിട സ്കൂളിലേക്കൊക്കെ ചേക്കേറുന്നതായിരുന്നു. പക്ഷേ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ലോകത്തിനെ തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ പൊതുവിദ്യാലയങ്ങളുടെ വളർച്ചയാണ്. ഇന്ന് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി രക്ഷിതാക്കളും കുട്ടികളും നെട്ടോട്ടമോടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അത്രയധികം മാറ്റങ്ങൾ, അത് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെതായാലും കുട്ടികളുടെ പഠന നിലവാരത്തിൻ്റെ കാര്യത്തിലായാലും പാഠ്യേതര പ്രവർത്തനങ്ങളിലായാലും തീർച്ചയായിട്ടും പൊതുവിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളം നേടിയത് അത്ഭുതകരമായ ഒരു വലിയ വളർച്ച തന്നെയാണ്. ഈ വളർച്ച കേരളത്തിൽ പ്രത്യേകിച്ച് കുട്ടികളുടെ മാനസികമായ വളർച്ചയും ശാരീരികമായ വളർച്ചയിലും ഒക്കെ ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏറെ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളുകളൊക്കെ ഇന്ന് ഹൈടെക്കായി മാറിയിരിക്കുകയാണ്. കുറച്ചും കൂടി ആലങ്കാരികമായ ഭാഷയിൽ പറയുകയാണ്, പല ആൾക്കാരും പറഞ്ഞ നമ്മുടെ സ്കൂളാണോ 7 സ്റ്റാർ ഹോട്ടലാണോ നമ്മുടെ സ്കൂൾ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധം. ഞാൻ 7 സ്റ്റാർ അതൊരു ആലങ്കാരികമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ ഇന്ന് അത്രയധികം വളർച്ച വന്നുകൊണ്ടിരിക്കുകയാണ്. അത് എന്നെ അത്ഭുതപ്പെടുത്തിയ എൻ്റെ പോസിറ്റീവായിട്ടുള്ള 3ാമത്തെ കാര്യമാണ്. കേരളത്തിന്റെ പ്രത്യേകതയായി ലോകം പ്രകീർത്തിക്കുന്ന സവിശേഷതയാണ് വിദ്യാസമ്പന്നത. അറിവുള്ളവനാണ് മലയാളി എന്നത് ലോകത്തെവിടെയും കേരളത്തിന് ലഭിക്കുന്ന അംഗീകാരവും അഭിമാനവുമാണ്. അതിന്റെ അടിസ്ഥാനമാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം. അറിവേകും വഴി തേടി ഇതിലേ വാവാ, നിറമാർന്നൊരു കനവെല്ലാം പതിയെ നേടാം. അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളെ മികവുറ്റതാക്കുക എന്നതായിരുന്നു 1ാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ആരംഭം കുറിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ലക്ഷ്യം. അതിലൂടെ നിരവധി സ്കൂളുകളിലാണ് ലോക നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമായത്. സ്കൂളുകളിൽ രാജ്യാന്തര നിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കിയ സർക്കാർ ക്ലാസ് മുറികൾ ഹൈടെക് ആക്കിയതിനൊപ്പം എല്ലാ പഠന മേഖലകളിലും ആധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. അതിന്റെ തുടർച്ചയായി വിദ്യാകിരണം പദ്ധതിയിലൂടെ 2ാം പിണറായി വിജയൻ സർക്കാർ പാഠ്യപദ്ധതിയും പഠന സങ്കേതങ്ങളും പരിഷ്കരിച്ചു. സ്കൂളുകളിൽ ലിംഗസമത്വം, ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ കെയർ സെന്ററുകൾ, പാഠ്യപദ്ധതി പരിഷ്കരണം, ലേണിംഗ് എൻഹാൻസ്മെന്റ് പ്രോഗ്രാം, പഠനമുറി തുടങ്ങിയ പദ്ധതികളിലൂടെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഈ സർക്കാർ നവീകരിച്ചു. There's a stream nearby. Aaron, be careful. Try this. This is the place I was talking about. They're communicating so fluently. Yeah, and this place is so beautiful. I'll show you the most beautiful place in our land.
Wow. സ്കൂൾ വിദ്യാഭ്യാസ നിലവാരം വിലയിരുത്തുന്ന കേന്ദ്ര വിദ്യാഭ്യാസ വികസന സൂചികയിൽ വർഷങ്ങളായി കേരളം മികവ് പുലർത്തുകയാണ്. സ്കൂൾ പ്രവേശനം, മുഖ്യധാരയിലേക്കുള്ള വിദ്യാർത്ഥികളുടെ ചുവടുവയ്പ്, സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യ വികസനം, വിദ്യാർത്ഥികൾക്ക് തുല്യനീതിയും സമത്വവും ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം സാധ്യമാക്കുന്ന കേരളം പെൺകുട്ടികൾക്ക് പഠന സൗകര്യം ഉറപ്പാക്കുന്നതിലും സമഗ്ര ശിക്ഷാ പ്രവർത്തനങ്ങളിലും ബിരുദധാരികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിലുമെല്ലാം മികവുറ്റ മാതൃകയായി മാറിക്കഴിഞ്ഞു. കലാലയങ്ങളിൽ മികച്ച അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാക്കിയും നൈപുണ്യ വികസന പരിശീലനം നൽകി പാർട്ട് ടൈം ജോലി ചെയ്യാൻ അവസരമൊരുക്കിയും 4 വർഷ ഡിഗ്രി പഠനം ആരംഭിച്ചും കേരളം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും വിപ്ലവകരമായ മാറ്റങ്ങൾ സാധ്യമാക്കുകയാണ്. സാക്ഷര കേരളത്തിന്റെ അക്ഷരമുന്നേറ്റം മുതൽ കോവിഡ് കാലത്തെ ഓൺലൈൻ പഠനവും ലിറ്റിൽ കൈറ്റ്സിന്റെ പഠന പരിപാടികളുമെല്ലാം വിദ്യാലോകത്ത് നമ്മുടെ മാതൃകാപരമായ മുന്നേറ്റത്തിന്റെ അടയാളങ്ങളാണ്. അനുയോജ്യമായ സാങ്കേതിക പ്രക്രിയകളും വിഭവങ്ങളും സൃഷ്ടിച്ചും അവ ഉപയോഗപ്പെടുത്തി പഠനം സാധ്യമാക്കിയും പൊതുവിദ്യാഭ്യാസ രംഗത്ത് നടത്തുന്ന ജൈത്രയാത്ര അറിവിലൂടെ മുന്നേറാൻ ആഗ്രഹിക്കുന്നവർക്ക് മികവുറ്റ ഉദാഹരണം കൂടിയായി മാറുകയാണ്. ഞാനൊരു ഗ്രാമീണനാണ്. തളിപ്പറമ്പ് കീഴാറ്റൂർ സ്വദേശിയാണ്. ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായും മറ്റ് സാംസ്കാരിക പരിപാടികളുടെ ഭാഗമായി നാടക പ്രവർത്തനങ്ങളുടെ ഭാഗമായൊക്കെ കേരളത്തിലെ ഗ്രാമങ്ങളിൽ നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു മാറ്റമാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമ്മുടെ കേരളത്തിലെ ഗ്രാമീണ റോഡുകൾ, PWD റോഡുകൾ അത്രയധികം സുന്ദരമാണ്. അതും പൂർണ്ണമായും എല്ലാ ഗ്രാമീണ റോഡുകളും അതിൻ്റേതായ അർത്ഥത്തിൽ നന്നായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്കുള്ളൊരു യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. കാരണം ഒരു കാലത്ത് നമ്മളെ വളരെയധികം കഷ്ടപ്പെട്ടത്, ദുരന്തം അനുഭവിച്ചത് നമ്മുടെ ഗ്രാമീണ റോഡുകളായിരുന്നു. കുണ്ടും കുഴികളും ഒക്കെയായിരുന്നു. പക്ഷേ അതിലൊരു വലിയൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട കേരളത്തിലെ ഗ്രാമീണ റോഡുകൾ, സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന ഗ്രാമീണ റോഡുകൾ നല്ല റോഡുകളായി, മികച്ച റോഡുകളായി മാറിക്കൊണ്ടിരിക്കുന്ന വളരെ സന്തോഷകരമായ ഒരു കാര്യം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മികച്ച റോഡുകൾ ഏതൊരു നാടിൻ്റെയും സമഗ്ര വികസനത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ്. അതിനെ അന്വർത്ഥമാക്കുകയാണ് വർത്തമാനകാല കേരളം. ദേശീയപാത 66, മലയോരപാത, തീരദേശപാത, ഗ്രാമീണ റോഡുകൾ തുടങ്ങി വിവിധ പദ്ധതികളിലൂടെ നഗരഗ്രാമ ഭേദമന്യേ സംസ്ഥാനത്തെ റോഡുകളുടെ മുഖച്ഛായ തന്നെ മാറിക്കഴിഞ്ഞു. അതിൽ പ്രതീക്ഷകളുടെ 6 വരി പാതയാണ് ദേശീയപാത 66. 2015 ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള കാലതാമസം ചൂണ്ടിക്കാട്ടി ഉപേക്ഷിക്കുന്നതായി ദേശീയപാത അതോറിറ്റി തന്നെ പ്രഖ്യാപനം നടത്തിയ ഈ പദ്ധതിക്ക് 1ാം പിണറായി വിജയൻ സർക്കാർ പുതുജീവൻ നൽകി. അങ്ങനെ മഞ്ചേശ്വരത്തെ തലപ്പാടി മുതൽ തമിഴ്നാട്ടിലെ കാരോട് വരെ ദേശീയപാതയിലൂടെ സുഗമയാത്രയെന്ന സ്വപ്നം സാധ്യമാക്കുകയാണ്. ദേശീയപാതയ്ക്കൊപ്പം മറ്റു പാതകളുടെ വികസനവും ഇവിടെ യാഥാർത്ഥ്യമാകുകയാണ്. കുതിരാൻ ടണലിന്റെ പ്രവർത്തികൾ കേരളം സമയബന്ധിതമായി പൂർത്തീകരിച്ചു കഴിഞ്ഞു. കാസർഗോഡ് നന്താരപ്പടവ് മുതൽ തിരുവനന്തപുരം പാറശാല വരെ 1251 കിലോമീറ്റർ ദൂരത്തിൽ മലയോര ഹൈവേയുടെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. മലയോരത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് നിറം പകരുന്ന ഈ പദ്ധതിക്കായി 3500 കോടി രൂപയാണ് കേരളം ചിലവിടുന്നത്. തലസ്ഥാനത്തെ വികസന കുതിപ്പിന് ആക്കം കൂട്ടാൻ വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. നിലവിലെ റോഡുകൾക്ക് വീതി കൂട്ടിയും ചിലത് പുതുതായി നിർമ്മിച്ചും 656 കിലോമീറ്റർ ദൈർഘ്യമുള്ള തീരദേശപാതയുടെ നിർമ്മാണവും സംസ്ഥാന വ്യാപകമായി പുരോഗമിക്കുകയാണ്. മറ്റു റോഡുകളിൽ 90% പൂർണ്ണ ഗതാഗത യോഗ്യമാക്കിയ കേരളം സഞ്ചാരികൾക്ക് സുഖയാത്രയാണ് ഉറപ്പുവരുത്തുന്നത്.
റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ദേശീയ ശരാശരിയുടെ 3 ഇരട്ടി മുകളിലാണ് കേരളം. 2.35 ലക്ഷം കിലോമീറ്റർ റോഡുകളുള്ള കേരളത്തിൽ 16,850 കിലോമീറ്ററോളം റോഡുകൾ BMBC നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞു. തദ്ദേശ വകുപ്പിന് കീഴിലുള്ള 1.96 ലക്ഷം കിലോമീറ്റർ റോഡുകളിൽ നവീകരണവും പുനർനവീകരണവും യാഥാർത്ഥ്യമാക്കിയ സർക്കാർ പൊതുമരാമത്ത് നിരത്ത് വിഭാഗത്തിന് കീഴിലുള്ള 24,376 കിലോമീറ്റർ റോഡുകളിൽ 90% സുഗമപാതകളാക്കി കഴിഞ്ഞു. എട്ട് വർഷം കൊണ്ട് 500-ലധികം പാലങ്ങൾ, 1,00,000-ഓളം റോഡുകൾ, ഓവർ ബ്രിഡ്ജുകൾ, ഗ്രാമീണ പാതകൾ എന്നിവ നിർമ്മിച്ച കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം ഇപ്പോൾ മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ മുന്നേറുകയാണ്. ഗതാഗത യോഗ്യമല്ലാത്ത റോഡുകൾ പുനരുദ്ധരിക്കുന്നതിനൊപ്പം മികച്ച ഗുണനിലവാരവും അറ്റകുറ്റപ്പണികൾക്ക് പ്രത്യേക സംവിധാനവും ഏർപ്പെടുത്തിയ സർക്കാർ റോഡുകളുടെ നിർമ്മാണത്തിൽ സോഷ്യൽ ഓഡിറ്റിംഗും ഏർപ്പെടുത്തി കഴിഞ്ഞു. റണ്ണിംഗ് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ 824 കോടി രൂപയുടെ പദ്ധതികളാണ് സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിലായി പുരോഗമിക്കുന്നത്. 5 വർഷം കൊണ്ട് പകുതി റോഡുകൾക്ക് BMBC നിലവാരമെന്ന ലക്ഷ്യം 3 വർഷം കൊണ്ട് പിന്നിട്ട നമ്മുടെ സംസ്ഥാനം 2025-ലും മുന്നേറുകയാണ്. അതിലൂടെ നമ്മുടെ റോഡുകളിൽ സുഗമയാത്രയെന്ന സ്വപ്നം ഈ സർക്കാർ യാഥാർത്ഥ്യമാക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഞാൻ കണ്ട, എന്നെ ആകർഷിച്ച 5ാമത്തെ പോസിറ്റീവായിട്ടുള്ള കാര്യം കേരളം കൈവരിച്ച ആരോഗ്യരംഗത്ത് കേരളം കൈവരിച്ച ചരിത്ര നേട്ടം എന്ന് തന്നെ പറയാം. നിപ്പയും കൊറോണയും പ്രകൃതി ദുരന്തങ്ങളുമൊക്കെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമ്മളെ ഒന്നാകെ വേട്ടയാടിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ അതിനെ അതിജീവിച്ച ഏക സ്റ്റേറ്റ് എന്ന് പറയാം കേരളമാണ്. അത് ആരോഗ്യരംഗത്ത് കേരളം കൈവരിച്ച പുരോഗതിയാണ്. നാട്ടിൻ പുറത്തുള്ള ഗ്രാമീണ ആരോഗ്യ മേഖല പോലും, ഹെൽത്ത് സെൻ്ററുകൾ പോലും ഇന്ന് എല്ലാ ചികിത്സാ സൗകര്യം കിട്ടുന്ന ഒരു മികച്ച ആശുപത്രികളായി നമുക്ക് മാറിയിട്ടുണ്ട്. നമ്മുടെ സർക്കാർ ജില്ലാ ആശുപത്രികളൊക്കെ ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയകളടക്കം നടത്തുന്ന രീതിയിലേക്ക് നമ്മുടെ പൊതു ആരോഗ്യ വകുപ്പും നമ്മുടെ ആശുപത്രികളും മാറുന്നു എന്നത് ഒരു വലിയൊരു മാറ്റമാണ്. അത് പ്രിയപ്പെട്ട കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ നേട്ടം തന്നെയാണ്. മലയാളക്കര ആരോഗ്യത്തിൻ നിറകതിർ ചൂടും നേരം, നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ആശ്വാസത്തിൻ പുഞ്ചിരികൾ, സഹജീവികൾ നാം ഒത്തുപിടിച്ചോരതിജീവന നവപാതകളിൽ. ആരോഗ്യ പരിപാലന സംവിധാനങ്ങളിൽ വിശ്വകീർത്തിയുള്ള നാടാണ് കേരളം. എല്ലാവർക്കും മികച്ച ചികിത്സയും ആരോഗ്യ പരിരക്ഷയും ഉറപ്പാക്കുന്ന നാട്. വീട്ടിലിരുന്ന് തന്നെ രോഗികൾക്ക് സൗജന്യ വൈദ്യസഹായം തേടാവുന്ന വിധത്തിലാണ് സർക്കാർ ഇവിടെ ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. നാടൊട്ടുക്കും മികച്ച സൗകര്യങ്ങളുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും ജീവിതശൈലീ രോഗങ്ങൾ കണ്ടെത്തി ചികിത്സിക്കാനുള്ള സംവിധാനങ്ങളും വീടുകളിൽ പോലും പെരിറ്റോണിയൽ ഡയാലിസിസിനുള്ള സൗകര്യവും ഒരുക്കിയിരിക്കുന്ന നമ്മുടെ നാട്ടിലെ ആരോഗ്യ സംവിധാനം ഇപ്പോൾ ലോകമെങ്ങും കീർത്തികേട്ട കേരള പെരുമയാണ്. ലോകം മുഴുവൻ ഭയപ്പെട്ട കോവിഡ് മഹാമാരി മുതൽ നിപ്പയെയും അമീബിക് മസ്തിഷ്ക ജ്വരത്തെയും വരെ ജാഗ്രതയോടെ നേരിട്ട നമ്മുടെ നാട്ടിൽ ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിൽ മുതൽ മെഡിക്കൽ കോളേജുകളിൽ വരെ സർക്കാർ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഓൺലൈനിലോ നേരിട്ടോ ലഭിക്കുന്ന ഒരു OP ടിക്കറ്റ് ഉണ്ടെങ്കിൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ റഫറൻസ് സെന്ററുകളല്ലാത്ത മെഡിക്കൽ കോളേജുകളിൽ വരെ കേരളത്തിലെ രോഗികൾക്ക് നേരിട്ട് സൗജന്യ ചികിത്സ തേടാം. സാധാരണ പനി ചികിത്സ മുതൽ ഹൃദയ ശസ്ത്രക്രിയ വരെ നടത്താൻ ചുറ്റിലും സൗകര്യങ്ങൾ. താലൂക്ക് ആശുപത്രികളിൽ വരെ സ്പെഷ്യാലിറ്റി സംവിധാനം, ടെലിമെഡിസിൻ സൗകര്യം, ദേശീയ നിലവാരമുള്ള ആശുപത്രികൾ, അലോപ്പതി, ആയുർവേദം, ഹോമിയോ തുടങ്ങി ഇഷ്ടപ്പെട്ട ചികിത്സ തിരഞ്ഞെടുക്കാനുള്ള സൗകര്യം തുടങ്ങിയവയാണ് ഇവിടെ സംസ്ഥാന സർക്കാർ ഒരുക്കിയിരിക്കുന്നത്.
ശരാശരി 1 ലക്ഷത്തോളം പേരാണ് ഇവിടെ സർക്കാർ ആശുപത്രികളിൽ സൗജന്യ ചികിത്സ തേടുന്നത്. രോഗാതുരത കുറയ്ക്കുന്നതിലൂടെ ആരോഗ്യ നിലവാരം മെച്ചപ്പെടുത്താനും ചികിത്സാ ചെലവ് കുറയ്ക്കാനുമാണ് 2016 മുതൽ നമ്മുടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിനായാണ് ആരോഗ്യ കിരണം, ജനനീ സുരക്ഷാ യോജന, ക്ഷയരോഗ നിവാരണ പദ്ധതി, ഹൃദ്യം, ശ്രുതി തരംഗം, അമ്മയും കുഞ്ഞും, മകളർ ജ്യോതി, ഈ സഞ്ജീവനി ടെലിമെഡിസിൻ, വീടുകളിൽ പെരിറ്റോണിയൽ ഡയാലിസിസ് പദ്ധതി, ഇ ഹെൽത്ത്, പാലിയേറ്റീവ് കെയർ, വാർഷികാരോഗ്യ പരിശോധന, ജീവിതശൈലീ രോഗനിയന്ത്രണ പദ്ധതികൾ തുടങ്ങിയവ നടപ്പിലാക്കി വരുന്നത്. കാരുണ്യ, കാസ്പ്, മെഡിസെപ്പ് എന്നീ ഇൻഷുറൻസ് പദ്ധതികളും ഇവിടെ സർക്കാർ ഫലപ്രദമായി നടപ്പിലാക്കുകയാണ്. 8 വർഷം മുമ്പ് ആരംഭം കുറിച്ച ആർദ്രമെന്ന പദ്ധതിയിലൂടെ ഈ സർക്കാർ ആരോഗ്യമേഖലയെ അടിമുടി മാറ്റിപ്പണിതു. അതിന്റെ തുടർച്ചയായി രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഉത്കൃഷ്ടതാ പുരസ്കാരം, നീതി ആയോഗിന്റെ ദേശീയ ആരോഗ്യ സൂചികയിൽ 1ാം സ്ഥാനം, ആരോഗ്യ മന്ദൻ പുരസ്കാരം, ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ്, നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അവാർഡ് തുടങ്ങി 50-ലധികം പുരസ്കാരങ്ങളാണ് നമ്മുടെ സംസ്ഥാനം സ്വന്തമാക്കിയത്. പുരസ്കാരങ്ങളുടെ പൊൻതൂവലുകൾക്കൊപ്പം ഈ രംഗത്തെ നമ്മുടെ മുന്നേറ്റം കൂടി ഉറപ്പാക്കുന്ന നമ്മുടെ സർക്കാർ ഭാവി തലമുറയ്ക്കായുള്ള നമ്മുടെ കരുതലും നാടിന്റെ മുന്നേറ്റത്തിനുള്ള നിക്ഷേപവും കൂടിയാണ് ആരോഗ്യ കേരളത്തിലൂടെ ഉറപ്പാക്കുന്നത്. ഇനിയും ഒരുപാട് ദൂരം നമ്മുടെ നാട് മാറട്ടെ, ഈ സൗന്ദര്യം, ഈ പച്ചപ്പും എന്നും നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഇന്നത്തെ പ്രിയ കേരളം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത പോസിറ്റീവ് കാര്യങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.